നമസ്കാരം. പശ്ചിമേഷ്യ മുഴുവൻ തീ പടരുകയാണ്. യുദ്ധത്തിന്റെയും മനുഷ്യന്റെയും അലർച്ചയുടെയും ശബ്ദം നിറഞ്ഞ് അന്തരീക്ഷം ചൂടുപിടിക്കുകയാണ്. പാകിസ്ഥാനും താലിബാനും തമ്മിൽ നടക്കുന്ന അതിരൂക്ഷ പോരാട്ടം. ഒപ്പം എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് റഷ്യ പിന്നെയും യുക്രൈനെ ആക്രമിച്ചു കഴിഞ്ഞു. യുദ്ധക്കൊതി മൂത്ത് വിറളി പിടിച്ചോടുന്ന ലോക നേതാക്കൾക്ക് മുന്നിൽ മനുഷ്യരാശി നിസ്സഹായരായി നിൽക്കുന്ന ദയനീയ സ്ഥിതിയിലേക്ക് ലോകം കൂപ്പുകുത്തുകയാണ്. യുക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും പുതിയ വ്യാപക ആക്രമണം യുദ്ധത്തിന്റെ ഭീകരത വീണ്ടും ലോക മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജനീവയിൽ US യുക്രൈൻ പ്രതിനിധികൾ ചർച്ചയ്ക്കൊരുങ്ങിയ സമയത്താണ് ഈ ശക്തമായ സൈനിക നീക്കം ഉണ്ടായതെന്നത് കൂടുതൽ ഗൗരവം നിറഞ്ഞ സംഭവമായി വിലയിരുത്തപ്പെടുന്നു. 420 ഡ്രോണുകളും 39 മിസൈലുകളും വിനിയോഗിച്ച ആക്രമണം പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും സാധാരണ ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടതാണെന്ന് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ സാഹചര്യത്തിൽ വീണ്ടും റഷ്യ ട്രെയിൻ ശൃംഖലയെ പോലുള്ള ഗതാഗത സംവിധാനങ്ങളെ പോലും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വ്യാപകവും ദീർഘകാലവുമാകാൻ സാധ്യതയുണ്ട്. യുക്രൈന്റെ സാമ്പത്തിക നാട് തന്നെയാണ് റഷ്യ ലക്ഷ്യം വെക്കുന്നത്. ആയുധങ്ങളും മനുഷ്യവിഭവവും മാത്രമല്ല, ഭക്ഷ്യധാന്യങ്ങൾ, ഇന്ധനം, വൈദ്യസഹായങ്ങൾ എന്നിവയുടെ ഗതാഗതത്തിനും റെയിൽവേ നിർണായകമാണ്. അതിനാൽ റെയിൽവേയെ കൂടി ആക്രമിക്കാൻ റഷ്യ തയ്യാറെടുക്കുകയാണെങ്കിൽ അത് പൂർണ്ണമായും യുക്രൈനെ ഇല്ലാതാക്കാനുള്ള നീക്കം തന്നെയായിരിക്കും. അതിനാൽ ട്രെയിൻ സംവിധാനത്തെ തകർക്കുന്ന ആക്രമണം യുദ്ധത്തിന്റെ സൈനികതയെ മറികടന്ന് മനുഷ്യാവകാശ പ്രതിസന്ധിയിലേക്ക് വരെ മാറും. ആദ്യ പ്രത്യാഘാതം മനുഷ്യാവകാശ രംഗത്തായിരിക്കും. സാധാരണ ജനങ്ങളുടെ കുടിയേറ്റം വേഗത്തിലാകും, വൈദ്യസഹായം വൈകും, ഭക്ഷ്യവിതരണം തടസ്സപ്പെടും. ഇതിന്റെ ഫലമായി ആഭ്യന്തര അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കും. ഇത് സമീപ രാജ്യങ്ങളായ പോളണ്ട്, റൊമാനിയ, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളുടെ ഒഴുക്ക് വർദ്ധിക്കാനിടയാക്കും. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് യുക്രൈൻ പൗരന്മാരെ സ്വീകരിച്ച ഈ രാജ്യങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക സമ്മർദ്ദം ഇരട്ടിയാകും. രണ്ടാമതായി യൂറോപ്യൻ സുരക്ഷാ ഘടനയെ ഇത് തകർക്കും. നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സൈനിക ഏകോപനം ശക്തമാക്കേണ്ട സാഹചര്യമുണ്ടാകും. അതിർത്തി രാജ്യങ്ങളിൽ സൈനിക സാന്നിധ്യം വർദ്ധിക്കും. ഇത് റഷ്യ നാറ്റോ സംഘർഷ സാധ്യത ഉയർത്തും. ചെറിയൊരു തെറ്റായ കണക്കുകൂട്ടൽ പോലും വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കാവുന്ന അവസ്ഥ സൃഷ്ടിക്കും. മൂന്നാമതായി ആഗോള സാമ്പത്തിക രംഗം കനത്ത ആഘാതം നേരിടുമെന്നുള്ളതാണ്. യുക്രൈൻ ലോകത്തിലെ പ്രധാന ധാന്യ കയറ്റുമതിക്കാരിൽ ഒരാളാണ്. റെയിൽവേയും തുറമുഖങ്ങളും ലക്ഷ്യമാക്കിയ ആക്രമണം കയറ്റുമതിയെ തടസ്സപ്പെടുത്തും. അതിന്റെ പ്രത്യാഘാതം ആഫ്രിക്കയിലെയും മധ്യപൂർവേഷ്യയിലും അനുഭവപ്പെടും. ഇതിനകം തന്നെ ഭക്ഷ്യവില വർധന അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ക്ഷാമ ഭീഷണി ഉയരും. ഇന്ധന വിപണിയിലും അനിശ്ചിതത്വം വർദ്ധിക്കും. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് ഊർജ്ജവില വീണ്ടും കുതിക്കും. നാലാമതായി നയതന്ത്ര തലത്തിൽ ഗുരുതരമായ മാറ്റങ്ങൾ ഈ യുദ്ധം ഉണ്ടാക്കുമെന്നുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൂടുതൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുമെന്ന കാര്യം ഉറപ്പാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് റഷ്യക്കെതിരെ സാമ്പത്തികവും സാങ്കേതികവുമായ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയും ചെയ്യും. ഇതോടെ റഷ്യ കൂടുതൽ ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് ചായാനുള്ള സാധ്യത കൂടുതലാണ്. ആഗോള ശക്തി സമവാക്യം പുനഃക്രമീകരിക്കപ്പെടുന്നതിലേക്കും യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതിലേക്കും ഇത് നയിക്കും. അഞ്ചാമതായി യുദ്ധത്തിന്റെ മാനസിക രാഷ്ട്രീയ പ്രത്യാഘാതമാണ് വിലയിരുത്തേണ്ടത്. സാധാരണ ഗതാഗത സംവിധാനത്തെ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ ലംഘനമായി കാണപ്പെടും. ഇത് യുദ്ധ കുറ്റാരോപണങ്ങൾ ശക്തമാക്കും. ഭാവിയിൽ അന്താരാഷ്ട്ര നീതിന്യായ വേദികളിൽ കേസുകൾ ഉയരാൻ സാധ്യതയുണ്ട്. ലോക മനസാക്ഷിയിൽ റഷ്യയുടെ പ്രതിച്ഛായ കൂടുതൽ മങ്ങിയേക്കാം. ഇതിനു പുറമെ സൈബർ സുരക്ഷാ ഭീഷണികളും ഉയരും. സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള സമാന്തര ആക്രമണങ്ങൾ യൂറോപ്പിലുടനീളം സുരക്ഷാ ഭീഷണി വർദ്ധിപ്പിക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുമെന്നതാണ് ഭയപ്പെടുത്തുന്ന മറ്റൊരു യാഥാർത്ഥ്യം. ഇന്ധന വില വർധനയും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും വികസന രാജ്യങ്ങളുടെ വളർച്ചയെ ബാധിക്കും. അതേസമയം നയതന്ത്രപരമായി തുല്യത പാലിക്കാനുള്ള ശ്രമം കൂടുതൽ ബുദ്ധിമുട്ടായി മാറും. വീണ്ടും ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാൽ അത് യുദ്ധത്തിന്റെ സൈനിക ഘട്ടത്തിൽ നിന്ന് മാനവിക ദുരന്ത ഘട്ടത്തിലേക്കുള്ള വലിയ ചുവടുവയ്പായി മാറും. അതിന്റെ ആഘാതം യുക്രൈനിൽ ഒതുങ്ങാതെ യൂറോപ്പിനെയും ആഗോള സാമ്പത്തിക സംവിധാനത്തെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും പോലും തകർത്ത് തരിപ്പണമാക്കും. ഈ പശ്ചാത്തലത്തിൽ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുകയും യുദ്ധം നിർത്താൻ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അതിന്റെ വില ലോകമെമ്പാടും നൽകേണ്ടി വരും. സാമ്പത്തികമായും രാഷ്ട്രീയമായും മാനവികമായും. തകരുന്ന കെട്ടിടങ്ങളും രാഷ്ട്രീയ ആധിപത്യവും ഒക്കെ പുതുക്കിപ്പണിയാം. പക്ഷേ പൊലിഞ്ഞു പോകുന്ന ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവന് പകരം മറ്റൊന്നുമില്ല എന്നതാണ് യുദ്ധത്തിന്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന നിസ്സഹായ യാഥാർത്ഥ്യം.